ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ +2 അക്കൗണ്ടൻസിയുടെ റിവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറിയും ജേണലും പ്രോബ്ലംസും ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുക, എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട്, അതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസൊക്കെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂസിൽ ആക്കാനും അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റും ലോസൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ഒരു ന്യൂ പാർട്ട്ണർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ റിട്ടയർമെൻറ്റോ ഒക്കെ ആകുമ്പോഴാണ് റിവാലുവേഷൻ അക്കൗണ്ട് സാധാരണ ഉണ്ടാക്കുക. ഈ റിവാലുവേഷൻ അക്കൗണ്ടിൽ തിയറി ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സാണ്. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട്, അതിൻ്റെ ജേണൽ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. പ്രോബ്ലമായിട്ടും എസ്സേയിൽ മുമ്പൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ 4 മാർക്കിനെ കണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായി പഠിക്കണം. ഇനി ആദ്യം തന്നെ സാധാരണ ജേണൽ എഴുതിയിട്ടാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുക. ഞാനിവിടെ ആദ്യം ലെഡ്ജർ അക്കൗണ്ട് പറയാം. ലെഡ്ജർ അക്കൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ജേണൽ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രൊഫോമിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം, ലെഡ്ജർ അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഡിക്രീസ് ഇൻ അസെറ്റ്സ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്, അൺറെക്കോർഡഡ് ലയബിലിറ്റീസ്. പിന്നെ ബാലൻസിങ് ഫിഗർ വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഇൻക്രീസ് ഇൻ അസെറ്റ്സ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ്, അൺറെക്കോർഡഡ് അസെറ്റ്സ്. പിന്നെ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ ലോസ് ആണ്. അപ്പോൾ ലോസ് ഓൺ ക്യാപിറ്റൽ ടു ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിംഗ് റേഷ്യോ. സാധാരണ ലെഡ്ജർ അക്കൗണ്ട് എഴുതുന്ന മാതിരി തന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് വെച്ചിട്ട് കോളം വരച്ചിട്ട് വൃത്തിയിൽ ഇത് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ ജേണലിലേക്ക് പോവാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ടിലെ ഡെബിറ്റ് ഐറ്റംസൊക്കെ നമ്മൾ ജേണൽ വരുമ്പോൾ ക്രെഡിറ്റ് ഐറ്റംസൊക്കെ ജേണലിൽ ഡെബിറ്റ് ആയിട്ടുമാണ് എഴുതിക്കുന്നത്. നോക്കിയാൽ ഇൻക്രീസ് ഇൻ അസെറ്റ്സ് കൂടുന്നത് നമ്മുടെ പ്രൊഫോമയിൽ ക്രെഡിറ്റ് സൈഡിലാണ്. അതിനെ നമ്മൾ ജേണലാവുമ്പോൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. നമ്മൾ എന്ത് അക്കൗണ്ടാണ് ഉണ്ടാക്കണേ, റിവാലുവേഷൻ അക്കൗണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ടു റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഐറ്റം എടുക്കുക, ടു റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൻ്റെ ജേണൽ എൻട്രീസ് കഴിഞ്ഞു. അതേമാതിരി തന്നെ ഡെബിറ്റ് സൈഡിലുള്ള ഡിക്രീസ് ഇൻ അസെറ്റ്സ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്, അതൊക്കെ ഡെബിറ്റിൽ കെടുക്കുന്നത്, പ്രൊഫോമയിൽ ഡെബിറ്റിൽ കെടുക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ജേണൽ എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ആക്കുക. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബാക്കി ഐറ്റംസിനെയൊക്കെ ക്രെഡിറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ജേണൽ റെഡിയായി. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് എഴുതി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഐറ്റംസിനെ നമ്മൾ എമൗണ്ട് കോളത്തിൽ ജേണലിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ജേണൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഓഫ് അഞ്ജു ആൻഡ് മഞ്ജു ഹു ഷെയർഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ റേഷ്യോ ഓഫ് 3:2. നമുക്ക് ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ജസ്റ്റ് ഐറ്റംസ് ലയബിലിറ്റീസ് അസെറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ബാലറ്റ് ഷീറ്റ് ഫോമിൽ തരും. ബാലറ്റ് ഷീറ്റ് ഉണ്ടാവും, അതേമാതിരി തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ സാധാരണ ക്രെഡിറ്റേഴ്സ് ക്യാപിറ്റലിലൊക്കെ, ലയബിലിറ്റി സൈഡ് അസെറ്റ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഐറ്റംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മഞ്ജു ആണ് പാർട്ട്നേഴ്സ്, അവരുടെ റേഷ്യോ 3:2. നമുക്ക് 31 ഡിസംബർ 2010 ഉള്ള ബാലൻസ് ഷീറ്റാണ് തന്നേക്കണം. ഇനി നമ്മൾ പുതിയൊരാളെ അഡ്മിറ്റ് ചെയ്യാണ്, സഞ്ജു കൊണ്ടുവരുന്ന ക്യാപിറ്റലാണ് 20,000 ആൻഡ് 1/5 ഓഫ് ദ ഷെയർ ഇൻ പ്രോഫിറ്റ് ഫോർ വിച്ച് പർപ്പസ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റിവാല്യൂഡ് ആസ് ഫോളോസ്. അപ്പോൾ സഞ്ജു എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. സഞ്ജു കൊണ്ടുവന്ന എമൗണ്ട് ആണ് 20,000. സഞ്ജുവിന് കൊടുക്കുന്ന ഷെയർ എത്രയാ, 5ൽ 1 അല്ലേ, 5 ഭാഗം ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗം സഞ്ജുവിന് പ്രോഫിറ്റായിട്ട് കൊടുക്കും വേണം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വായിക്കാം. വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി റിഡ്യൂസ്ഡ് ബൈ 10%, ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ
1,500. Stock is valued at rupees 16,000. Create a provision at 5% on debtors and rupees 2,000 to be credited towards an outstanding repair bill. Fifth, the value of creditors amount to be rupees 24,000. Sixth one, investment worth rupees 5,000 not appearing in the books should be duly recorded. Prepare revaluation account. അപ്പോൾ നമുക്ക് റിവാലുവേഷൻ്റെ പ്രൊഫോമയിലേക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊഫോമയിൽ നമ്മൾ ഓരോ ഐറ്റം അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡിക്രീസ് എന്ത് ചെയ്യണം, അതൊന്ന് പഠിച്ചു വെക്കണം. ഇനി ആദ്യം തന്നെ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലെ ഓരോ ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റിലും നമ്മുടെ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. ആദ്യത്തെ ഐറ്റം എന്താ, വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി റെഡ്യൂസ്ഡ് ബൈ 10%. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 10% കുറച്ചിട്ട് വേണം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതാൻ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ, അസെറ്റാണ്. അപ്പോൾ അസെറ്റ് സൈഡിലേക്ക് നോക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 10% കുറയ്ക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ കുറയുക ചെയ്ത് അസെറ്റ് ഡിക്രീസ് ചെയ്തു. റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഡിക്രീസ് ഇൻ അസെറ്റ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 10% 2,500 അതോടെ എഴുതി വയ്ക്കുക. ഇനി അടുത്ത ഐറ്റം, ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ rupees 1,500. ഫർണിച്ചറിനെ 1,500 രൂപ കുറച്ച് എഴുതണം. അപ്പം ഡിപ്രീഷിയേഷൻ എന്ന് പറഞ്ഞേക്കണം. ഡിപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആണ്. ഡിക്രീസ് ഇൻ ഫർണിച്ചർ എന്താ, അസെറ്റ്. അപ്പോൾ ഡിക്രീസ് ഇൻ അസെറ്റ്സും എഗെയിൻ എവിടെ തന്നെയാണ് വരിക, നമ്മുടെ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് വരിക. അപ്പോൾ ഫർണിച്ചറിൽ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ചിലപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് തരും, ചിലപ്പോൾ ആ വാല്യൂ തരും. എത്ര എമൗണ്ട് ആണ് കുറയ്ക്കാൻ പറഞ്ഞേക്കുന്നത് ആ എമൗണ്ട് അവിടെ എഴുതിയാൽ മതി. 1,500 രൂപയാണ് കുറയ്ക്കാൻ പറഞ്ഞത്, ആ 1,500 രൂപ ഇവിടെ എഴുതാം. തേർഡ് ഐറ്റം, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് rupees 16,000. സ്റ്റോക്കിൻ്റെ വാല്യൂ 16,000 ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കണത്. ഇനി സ്റ്റോക്ക് എഗെയിൻ അസെറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസെറ്റിൽ പോയി നോക്കുക. സ്റ്റോക്ക് എത്രയാണ് ഇവിടെ എഴുതിക്കണത്, 13,000 ആണ് സ്റ്റോക്ക് എഴുതിക്കണം. നമ്മളോട് പറഞ്ഞേക്കണത് സ്റ്റോക്ക് 16,000 ആണ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു ലെഡ്ജേഴ്സിലൊക്കെ നമുക്ക് ഓടിപ്പോയിട്ട് അതിൽ കട്ട് ചെയ്ത് എഴുതാനൊന്നും പറ്റില്ല. നമ്മൾ 13,000 ആണ് ബാലൻസ് ഷീറ്റിൽ എഴുതിയേക്കണത്. അത് എത്രയാക്കി എഴുതാനാണ് പറഞ്ഞേക്കണേ, 16,000 ആക്കി എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എത്രയാണോ ആഡ് ചെയ്യേണ്ടത്, എത്രയാണോ ലെസ് ചെയ്യണത്, അതാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഇവിടെ 13,000 ആണ് കൂട്ടാൻ പറഞ്ഞു, അപ്പോൾ 16,000 ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി 13,000 കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ റിവാലുവേഷനിൽ എത്രയും കൂടി കൂട്ടി എഴുതാനാണ് 16,000 വരിക, 3,000 രൂപ. അപ്പോൾ സ്റ്റോക്ക് 3,000 ഇൻക്രീസ് ഇൻ അസെറ്റ് ആയ കാരണം കൊണ്ട് സ്റ്റോക്ക് 3,000 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അടുത്ത ഐറ്റമാണ് ക്രിയേറ്റ് എ പ്രൊവിഷൻ അറ്റ് 5% ആൻഡ് ഓൺ ഡെപ്റ്റേഴ്സ് ആൻഡ് rupees 2,000 ടു ബി ക്രിയേറ്റഡ് ടുവേർഡ്സ് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബിൽ. 5% ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ കൊടുക്കാനാണ് പറയണത്. ഡെപ്റ്റേഴ്സ് ആരാ, നമ്മുടെ കടക്കാരാണ് അല്ലേ. അപ്പം നമ്മുടെ കടക്കാർ നമുക്ക് അസറ്റ്സ് ആണ്. അവർക്ക് 5% ഇളവ് കൊടുക്കാനാണ് പറയണത്, പ്രൊവിഷൻ കൊടുക്കാനാണ് പറയണത്. അപ്പോൾ അവർക്ക് ഇളവ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം. അപ്പം നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്രീസ് ഇൻ അസെറ്റാണ്. അപ്പോൾ ഡിക്രീസ് ഇൻ അസെറ്റ് ആയ കാരണം കൊണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5% കൊടുക്കണം. 5% ഡെപ്റ്റേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഡെപ്റ്റേഴ്സ് എവിടെയൊക്കെ എടുക്കണേ, അസറ്റ്സിലെ 30,000 5% നോക്കുക. 30,000 5% എന്ന് പറഞ്ഞാൽ 1,500 രൂപ. അപ്പോൾ 1,500 രൂപ നമ്മൾ പ്രൊവിഷനായിട്ട് കൊടുക്കുന്നു. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ലാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ കൊടുക്കാനുള്ള സാധനം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി നമ്മൾ പഠിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് നമ്മുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ അത് റെക്കോർഡഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ കൊടുത്ത് ടുവേർഡ്സ് ദ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബിൽ കൊടുക്കാനുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആയ റിപ്പയർ ബിൽ എന്ന് പറഞ്ഞിട്ട് 2,000 rupees എഴുതി. അവർ പറഞ്ഞിട്ടുണ്ട് 2,000. അപ്പോൾ ആ ഡയറക്റ്റ് എമൗണ്ട് അവിടെ എഴുതി. ഇനി ഫിഫ്ത്ത് വൺ, വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ടു ബി 24,000.
ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 24,000 ആണ് വേണ്ടത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിൽ പോയി നോക്കാം. അവിടെ എത്രയാണ് കിടക്കണം ബാലൻസ് ഷീറ്റിൽ? 27,000 ആണ് കിടക്കണം. അപ്പോൾ 27,000 എഴുതിയ ബാലൻസ് ഷീറ്റിനെ യഥാർത്ഥ വാല്യൂ 24,000 ആയിട്ട് എഴുതാനാണ് പറയണത്. അപ്പോൾ നമുക്ക് അവിടെ വെട്ടി 27 വെട്ടി 24 ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ആ ഡിഫറൻസ് കാണിക്കണം. അപ്പോൾ 27,000 നിന്ന് എത്ര കുറച്ചാലാണ് 24,000 വരിക? 3,000 അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമ്മൾ ഈ റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതുക. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 24,000 നിന്ന് 3,000 കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി 24,000 ആയിട്ട് കുറയും. അപ്പോൾ ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഡിക്രീസ് ഇൻ ലയബിലിറ്റി നമ്മുടെ പ്രൊഫോമിൽ ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ ആ ഡിഫറൻസ് ഇവിടെ ചെയ്യും. ഇനി 6th one എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹5,000 നോട്ട് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഷുഡ് ബി ഡ്യൂലി റെക്കോർഡഡ്. ഒരു 5,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ബുക്കിൽ എഴുതിയിട്ടില്ല, കാണുന്നില്ലേ ബുക്കിൽ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് അല്ലേ? നമ്മൾ സേവ് ചെയ്യണ പൈസയാണ്, അത് നമ്മുടെ അസറ്റാണ്. അൺറെക്കോർഡഡ് അസറ്റാണ്. അപ്പോൾ അൺറെക്കോർഡ് അസറ്റ് എഴുതേണ്ട സൈഡ് ചെയ്താൽ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയാണ് എഴുതാത്തത് അത് നമ്മൾ അൺറെക്കോർഡഡ് അസറ്റായി കണക്കാക്കി അൺറെക്കോർഡഡ് അസറ്റ് എഴുതേണ്ടത് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ട് ഇത് ഐറ്റംസൊക്കെ കഴിഞ്ഞു. നമ്മൾ എഴുതാനുള്ളതൊക്കെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡിലും എഴുതി കഴിഞ്ഞു. ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 11,000 കിട്ടും. ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 11,000 കിട്ടിയില്ല. അപ്പോൾ ഒരു ബാലൻസിങ് ഫിഗർ ഉണ്ടാവും. 3,500 ആണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. അപ്പോൾ അത് ടോട്ടലി ഇത് ബാലൻസിങ് ഫിഗർ 3,500 കിട്ടും. ഈ 3,500-നെ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് അഞ്ജു മഞ്ജുവിന് അവരുടെ റേഷ്യോ ആയ 3:2 റേഷ്യോ, അതായത് 3,500-ൻ്റെ 3/5 ചെയ്ത് കഴിഞ്ഞാൽ 2,100-ഉം 3,500-ൻ്റെ 2/5 ചെയ്ത് കഴിഞ്ഞാൽ 1,400-ഉം കിട്ടും. അതും കൂടി എഴുതി കഴിഞ്ഞാൽ രണ്ട് സൈഡും നമ്മുടെ ടാലിയായി. അങ്ങനെയാണ് വളരെ എളുപ്പമായിട്ട് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എസ്സേയിൽ നമുക്ക് പാർട്ട്നേഴ്സ് അക്കൗണ്ടും ഇപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രം എഴുതാൻ പറയുകയാണെങ്കിൽ ഒരു 4 മാർക്കിൻ്റെയൊക്കെ നമുക്ക് വരാം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് എഴുതി ക്ലോസ് ചെയ്യാം. ഇനി എസ് ആയിട്ട് വരികയാണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് എഴുതണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം, ബാലൻസ് ഷീറ്റും എഴുതണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത് നന്നായി പഠിക്കുക. അത് കറക്റ്റ് ആയാലാണ് നമുക്ക് പാർട്ട്നേഴ്സ് അക്കൗണ്ട് കറക്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റും കറക്റ്റാക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് എസ് ആയിട്ട് വേറൊരു വീഡിയോയിൽ റിവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യും. താങ്ക് യു.